അവകാശപ്പെടുന്നു. മലയാള ചരിത്രത്തിലെ പിതൃപരമ്പരയിൽ ഇമാം കമാലുദ്ദീൻ, ഇമാം അഹമ്മദ് ഹുസൈൻ, ഇമാം താഹിർ, ഇമാം അബ്ദുൽ അസീസ് എന്നീ പൂർവ്വപിതാക്കന്മാർ അധികമുണ്ട്. മലയാള കൃതിയിലെ പ്രസ്തുത 4 നാമങ്ങൾ ഇംഗ്ലീഷ് കൃതിയിൽ കാണുന്നില്ല. മാതാവിന്റെ പരമ്പരയിലെ സയ്യിദ്ന ഇമാം ഹസൻ എന്ന ഈ നാമം മലയാള കൃതിയിൽ ഉദ്ധരിക്കുന്നുമില്ല. നാമമാത്രങ്ങളായ വ്യത്യാസങ്ങൾ എന്ന നിലയ്ക്ക് അവഗണിക്കാവുന്നതല്ല ഇത്തരം ഭിന്നതകൾ. മുയിനുദ്ദീൻ ഹസനിന്റെ പിതാവ് കച്ചവടാവശ്യാർത്ഥം ഇടക്കാലത്ത് സഞ്ചറിൽ നിന്ന് സീസ്ഥാനിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ താർത്താരികളുടെ ആക്രമണമുണ്ടായപ്പോൾ അദ്ദേഹം സ്വദേശത്തേക്ക് തിരിച്ചുപോയി. ഷിയാ സുന്നി കലാപങ്ങൾക്ക് പേരുകേട്ട പ്രദേശമായിരുന്നു പണ്ടുകാലം മുതൽക്കേ സഞ്ചർ. ഒരു കലാപകാലത്ത് മുയിനുദ്ദീൻ ചിസ്തിയുടെ കുടുംബം ഖുറാസാനിലേക്ക് താമസം മാറ്റി. അവിടെയായിരുന്നു മുയിനുദ്ദീൻ മതപഠനം ആരംഭിച്ചത്. തനിക്ക് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ മുയിനുദ്ദീന്റെ പിതാവ് ഗിയാസുദ്ദീനും 15 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാവ് മാഹിനൂറും നിര്യാതരായി. പിതാവിന്റെ സ്വത്ത് എന്ന നിലയിൽ മുയിനുദ്ദീൻ ചിസ്തിക്ക് ലഭിച്ചത് ഒരു മുന്തിരിത്തോട്ടവും ആസുകല്ലുമായിരുന്നുവത്രേ. എന്നാൽ മികച്ചൊരു വ്യാപാരിയായിരുന്ന മുയിനുദ്ദീന്റെ പിതാവ് ദരിദ്രനായി മരിച്ചു എന്ന ചരിത്ര വ്യാഖ്യാനത്തിന് യാഥാർത്ഥ്യത്തിന്റെ പിൻബലമില്ല. മാത്രവുമല്ല, മുന്തിരിത്തോട്ടത്തിന്റെയും ആസുകല്ലിന്റെയും കഥ പിൽക്കാലത്ത് സൂഫി ഭക്തന്മാർ കെട്ടിച്ചമച്ചതാണ് എന്നാണ് മുയിനുദ്ദീൻ ചിസ്തിയുടെ യഥാർത്ഥ ജീവചരിത്രം എഴുതിയ പർവേസ് ഹുസൈൻ അഹമ്മദ് തന്റെ ഹയാത്തെ മുയിനുദ്ദീൻ എന്ന കൃതിയിൽ പറയുന്നത്. സൂഫി പാരമ്പര്യത്തിലേക്ക് മുയിനുദ്ദീന്റെ ജീവിത ചരിത്രത്തെ പരിക്രമണം ചെയ്യിപ്പിക്കുവാനായി പിൽക്കാലത്ത് പലതരം കെട്ടുകഥകളും നിർമ്മിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ സൂഫിസത്തിലേക്കുള്ള ആഗമനം വ്യക്തമാക്കുവാനും എന്നാൽ ജന്മന ഷിയാ ചിന്താഗതിക്കാരനുമായിരുന്നു മുയിനുദ്ദീൻ ചിസ്തി എന്ന യാഥാർത്ഥ്യം മറച്ചുവെക്കുവാനുമായി ഒരു കൃതിയിൽ അവതരിപ്പിക്കുന്ന ചില വ്യാഖ്യാനങ്ങളും കഥകളും ഇപ്രകാരമാണ്. ഇതിനിടക്കാണ് സവിശേഷമായ ഒരു സംഭവം ഉണ്ടായത്. പ്രസിദ്ധ സൂഫിവര്യനായിരുന്ന ഹസ്രത്ത് ഇബ്രാഹിം കന്ദൂസി ഒരു ദിവസം ഖാജ മുഈനുദ്ദീന്റെ മുന്തിരിത്തോപ്പിലേക്ക് കടന്നുവന്നു. ഖാജ അദ്ദേഹത്തെ അത്യന്തപൂർവ്വം സ്വീകരിച്ചിരുത്തി. കഴിക്കാൻ കുറച്ച് കാരക്ക എടുത്തു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം കാരക്ക ഭക്ഷിച്ചു. അതിനുശേഷം തന്റെ സഞ്ചിയിൽ നിന്ന് ഒരു ഉണങ്ങിയ റൊട്ടിക്കഷ്ണമെടുത്ത് ഖാജ മുഈനുദ്ദീന് നൽകി. റൊട്ടിക്കഷ്ണം വായിലിട്ട് ചവച്ചതിനു ശേഷമാണ് നൽകിയത്. ഖാജ സന്തോഷപൂർവ്വം അത് വാങ്ങിക്കഴിച്ചു. അതിനുശേഷം ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് കന്ദൂസി ഒരു ലഘു പ്രഭാഷണം നടത്തി. അപ്പോൾ ഖാജ മുഈനുദ്ദീന്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത ചില പ്രവർത്തനങ്ങൾ ദൃശ്യമായി. അള്ളാഹുവിനോടുള്ള ഇഷ്ക്, സ്നേഹത്തിന്റെയും തഖ്വ, ഭക്തിയുടെയും ദിവ്യശോഭയാൽ അദ്ദേഹത്തിന്റെ ഹൃദയം പ്രകാശമാനമായി. ഭൗതിക സുഖാനുഭൂതികളോട് വെറുപ്പും ദേഷ്യവും തോന്നി. വിജ്ഞാനം, സൽക്കർമ്മങ്ങൾ, സുഹൃദ്, സർവസംഗ പരിത്യാഗം എന്നിവ ഉൾക്കൊള്ളുന്ന ആത്മീയ ജീവിതത്തോട് ആഗ്രഹം വർദ്ധിച്ചു വന്നു. വിശുദ്ധ ഖുർആനും മറ്റു വിജ്ഞാന ശാഖകളും ഖുറാസാനിൽ വെച്ച് അഭ്യസിച്ച ഖാജ മുഈനുദ്ദീൻ പിന്നീട് ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കുകയെന്ന ലക്ഷ്യം വെച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി. നിരവധി ഔലിയാക്കളുമായി കണ്ട് സംഭാഷണം നടത്തി. അനേകം പുണ്യാത്മാക്കളുടെ മഖ്ബറകൾ സിയാറത്ത്, സന്ദർശനം ചെയ്തു. അതിനിടയിലാണ് പ്രശസ്ത വലിയും സൂഫിവര്യനുമായ ഹസ്രത്ത് ഖാജ ഉസ്മാനുൽ ഹാറൂനിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഖാജ മുഈനുദ്ദീൻ ഹാറൂൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. ഖാജ മുഈനുദ്ദീൻ അദ്ദേഹത്തിന്റെ സന്നിധിയിലെത്തിയപ്പോൾ ഹസ്രത്ത് ഉസ്മാനുൽ ഹാറൂനി അദ്ദേഹത്തിൽ പരിശുദ്ധിയുടെയും വിലായത്തിന്റെയും ലക്ഷണങ്ങൾ കാണുകയുണ്ടായി. ത്വരീഖത്തെന്ന വാനലോകത്തെ പൂർണ്ണചന്ദ്രനായി പ്രശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഹസ്രത്ത് ഉസ്മാനുൽ ഹാറൂനി മനസ്സിലാക്കി. അതിനാൽ ഹസ്രത്ത് ഉസ്മാനുൽ ഹാറൂനി തന്റെ ആത്മീയ ലോകത്തേക്ക് ഖാജ മുഈനുദ്ദീനെ സസന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ തന്റെ മുരീദായി, ശിഷ്യനായി അംഗീകരിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായ നിരവധി ആശയ തലങ്ങൾ ഉൾച്ചേർന്നവയാണ് ഇത്തരം സൂഫി കഥകൾ. വിശുദ്ധ ഖുർആൻ പഠനത്തിന് ശേഷമാണ് മുഈനുദ്ദീൻ ഹസൻ ആധ്യാത്മിക ജ്ഞാനം അന്വേഷിച്ച് പുറപ്പെടുന്നത് എന്ന ഉപാഖ്യാനം ശ്രദ്ധേയമാണ്. ഷീഈ വിശ്വാസപ്രകാരം ഖുർആൻ ഇസ്ലാമിക ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സല്ല. സൂഫികളുടെയും ദിവ്യന്മാരുടെയും കഥകളാണ് ഷിയാക്കൾക്ക് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്. ഈ വീക്ഷണമാണ് മുഈനുദ്ദീൻ ചിശ്തിയുടെ ജീവചരിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നത്. മുഈനുദ്ദീൻ ചിശ്തിയുടെ ജീവചരിത്രകാരന്മാർ ഈ ഷീഈ തത്വചിന്തകന് കൽപ്പിക്കുന്ന മഹത്വം വർണ്ണനകൾക്കതീതമാണ്.
ഇറാനിലെ ഹാറൂൺ പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഉസ്മാനുൽ ഹാറൂനി എന്ന ഷീഈ പണ്ഡിതനാണ് ചിശ്തിയുടെ പ്രധാന ആധ്യാത്മിക ഗുരു എന്ന് എല്ലാ ഗ്രന്ഥകാരന്മാരും സമ്മതിക്കുന്നുണ്ട്. ഈ ഗുരുവിലൂടെ മുഈനുദ്ദീൻ ചിശ്തി എത്തിച്ചേരുന്ന ആധ്യാത്മികതയുടെ സ്വഭാവം എவ்விதമാണെന്ന് ജീവചരിത്രകാരന്മാർ വിവരിക്കുന്നു. ഹസ്രത്ത് ഖാജ മുഈനുദ്ദീൻ തന്റെ വന്യ ഗുരുവിൽ നിന്നും അറിവിന്റെ സാഗരം തന്നെ സ്വായത്തമാക്കി. തസവുഫിലും ആധ്യാത്മിക ജ്ഞാനത്തിലും ഉന്നതമായ സ്ഥാനം അദ്ദേഹം ആർജിച്ചു. ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനിയുടെ ത്വരീഖത്ത് അംഗീകരിച്ചുകൊണ്ട് അത്യുന്നതവും അത്യുത്കൃഷ്ടവുമായ ഒരു പദവിയിൽ എത്തിച്ചേരാൻ ഖാജ മുഈനുദ്ദീൻ ചിശ്തിക്ക് കഴിഞ്ഞു. സൂഫി ദർശനത്തിന്റെ ഒരു ഘട്ടമാണ് റിയാള. ശരീരേച്ഛകളെ പരിത്യജിക്കുകയാണ് മുജാഹദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ അവകാശപ്പെടുന്ന തസവുഫ് എന്ന പദവി ഷിയാക്കൾ കെട്ടിച്ചമച്ചതാണ്. ഇത്തരത്തിലുള്ള ഒരു നിഗൂഢ ജ്ഞാനമോ പദവിയോ ഇസ്ലാമിൽ പ്രവാചകന്മാർ പോലും അവകാശപ്പെട്ടിട്ടില്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാർക്ക് അള്ളാഹു അറിയിച്ചുകൊടുത്ത ജ്ഞാനങ്ങളല്ലാതെ മറ്റൊരു ജ്ഞാനമില്ല. ആ ജ്ഞാനമാവട്ടെ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ളത് അവർ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അവരറിയിക്കാതെ പോയ ജ്ഞാനമാണ് ത്വരീഖത്തുകാർ അവരുടെ ശൈഖുമാർക്കുണ്ടെന്ന് അവകാശപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ പിശാചിൽ നിന്നുള്ള വെളിപാടുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ ശരീഅത്ത് നിയമനിർദ്ദേശങ്ങളിൽ നിന്ന് ബഹുദൂരം അകന്നുപോയത്. കള്ളക്കഥകളും അവകാശവാദങ്ങളും യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് തന്നെ അവരെ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. മുജാഹദയും റിയാളയും പൈശാചികബാധയുടെ ലക്ഷണങ്ങളാണ്. പിൽക്കാലത്ത് വന്ന ഈ ധ്യാനം ബഹുദൈവാരാധകരുടെ സന്യാസത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ചേക്കേറിയതാണ്. മുഈനുദ്ദീൻ ചിശ്തി ഈ വിധമുള്ള ത്വരീഖത്ത് ചിന്താധാരകൾക്ക് വശംവദനായിരുന്നെന്ന് അദ്ദേഹത്തിന്റെ എഴുതപ്പെട്ട ചരിത്രങ്ങൾ അനായാസം നമുക്ക് അറിയിച്ചു തരുന്നു. പിന്നീട് ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി തന്റെ ശിഷ്യനോട് അടുത്തിരിക്കാൻ പറഞ്ഞു. നീ ശിരസ്സുയർത്തി മേൽഭാഗത്തേക്ക് നോക്കൂ, ഗുരു കൽപ്പിച്ചു. ഖാജ മുഈനുദ്ദീൻ ശിരസ്സുയർത്തി ആകാശത്തേക്ക് നോക്കി. എന്തൊരത്ഭുതം! എല്ലാവിധ മറകളും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. അർഷും കുർഷും മറ്റും കാണാൻ കഴിയുന്നു. ഇനി താഴോട്ടു നോക്കൂ, ഗുരുവിന്റെ നിർദ്ദേശം. ഖാജ മുഈനുദ്ദീൻ ചിശ്തി താഴോട്ടു നോക്കി. ഇവിടെയുമില്ല യാതൊരുവിധ തടസ്സങ്ങളും. ഭൂമിയുടെ അടിഭാഗം വരെ സ്ഫുടമായി കാണാൻ കഴിയുന്നു. ആശ്ചര്യമല്ലാതെ എന്തു പറയാൻ. വിദ്യയും മായയുമായ ദർശനങ്ങളെ ആധ്യാത്മജ്ഞാനമായി കരുതുന്ന ഷീഈ വീക്ഷണം ഇവിടെ പ്രതിഫലിക്കുന്നു. യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് ഇത്തരം ദർശനങ്ങളുടെയും കഥകളുടെയും വക്താക്കൾ എത്രകാലം അകലെയാണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അജ്മീർ ഖാജയുടെ കറാമത്തുകളും തശ്രീഫാത്തുകളും അവതരിപ്പിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായ പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പോലും ഗ്രന്ഥകർത്താക്കൾ വെറുതെ വിടുന്നില്ല.